രാമായണത്തിലെ സുന്ദരകാന്ഡം എന്ന ഭാഗത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. അതൊരു പൗരാണിക കാവ്യം എന്നതിലുപരി ആധുനിക ലോകത്തെ വ്യക്തിവികാസത്തെക്കുറിച്ചും പ്രതിസന്ധിയെ തരണം ചെയ്യുന്നതിനെക്കുറിച്ചും ആശയവിനിമയത്തെക്കുറിച്ചും എല്ലാം ഉള്ളൊരു വഴികാട്ടിയായിട്ട് കൂടി നമുക്കതിനെ കാണാൻ പറ്റും. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. സകല ശുഖകുല വിമല തിലകിത കളേബരെ സാരസ്യ വിയൂഷസാര സർവസ്വമേ. കഥയ മമ കഥകല വിസാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര. സീതാന്വേഷണത്തിനായിട്ട് ഹനുമാൻ ലങ്കയിലേക്കുള്ള സമുദ്രലംഘനവും തുടർന്ന് ലങ്കയിൽ ചെന്ന് സീതയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഉദ്യാനം തകർത്ത് തിരിച്ചു വന്ന് രാവണന്റെ ഉദ്യാനമൊക്കെ തകർത്ത് തിരിച്ചു വന്ന് ശ്രീരാമനോട് സീതയെ കണ്ട കാര്യം പറയുന്നതുമായിട്ടുള്ള ഭാഗമാണ് സുന്ദരകാന്ഡത്തിലെ പ്രതിപാദ്യ വിഷയം. ഇപ്പൊ നമ്മളൊരു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലൊരു കുട്ടികൾക്കൊരു മോട്ടിവേഷൻ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു കൊടുക്കാനുണ്ട് ഇതിൽ. ഇതിൽ ആദ്യത്തെ ഭാഗം തന്നെ പറയുകയാണെങ്കിൽ ഹനുമാനാണ് പോകുന്നത് എന്നുള്ള തീരുമാനം വരാനായിട്ട് ജാമ്പവാന്റെ ഒരു മോട്ടിവേഷൻ വഴിയാണ് ഹനുമാന്റെ ആത്മവിശ്വാസം, ഹനുമാന് തന്നിലുള്ള കഴിവിനെ കുറിച്ച് മനസ്സിലാവുന്നതും ഹനുമാനത് ചെയ്യാൻ പറ്റുമെന്നുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്നതും അവിടെ വെച്ചിട്ടാണ്. അതൊരു മോട്ടിവേഷൻ കാര്യമാണ് ആദ്യത്തെ കാര്യം. ഇത് ആത്മവിശ്വാസം, അവനവന്റെ ആത്മവിശ്വാസ കുറവുകൊണ്ട് പല കാര്യങ്ങളും ലക്ഷ്യത്തിലെത്താനായിട്ട് നമ്മൾ ശ്രമിക്കാത്തൊരു അവസ്ഥയുണ്ട്. അതായത് ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ ചെയ്താൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് അവിടെ നടക്കുന്നത്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കഥയിലൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാവ്യമായിട്ട് വേണം ഇതിനെ കാണാനായിട്ട്. അതിൽ ആദ്യത്തെ ഭാഗം നമുക്കൊരു സെൽഫ് റിയലൈസേഷൻ ആയിട്ട് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഹനുമാൻ സമുദ്രം ലംഘനം നടത്തുന്ന സമയത്ത്, സമുദ്രം ചാടിക്കിടക്കുന്ന സമയത്ത് സുരസ വന്ന് ഹനുമാനെ തടയുകയും സുരസയ്ക്ക് ഭക്ഷണമായിട്ട് ഭവിക്കണം എന്ന് പറയുകയും ചെയ്യാണ്. അപ്പൊ എന്റെ മുമ്പിൽ വേണ്ടവരെ എനിക്ക് ഭക്ഷണമാണ്, അതുകൊണ്ട് ഭക്ഷണമായിട്ട് ഭവിക്കണം എന്ന് പറയുകയാണ്. അപ്പൊ അതിനെന്താ വായു വലുതാക്കിക്കോളൂ എന്ന് പറയും, വായു തുറന്നോളൂ എന്ന് പറയും. അപ്പൊ വായു തുറക്കും, അപ്പൊ ഹനുമാൻ വലുതാവും, അപ്പൊ സുരസ വായു വലുതാക്കും. അങ്ങനെ വലുതായി അവസാനം 50 യോജന വലുതായി വരുമ്പോ ഹനുമാൻ പെട്ടെന്ന് ചെറുതായിട്ട് വായിന്റെ ഉള്ളിൽ കൂടി കയറി ചെവിയുടെ ഉള്ളിൽ കൂടി പുറത്തേക്ക് പോകും. ഇതാണ് കഥ. ഇതിലെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മള് ഒരു പ്രതിസന്ധി വന്നാൽ നമ്മളെ എങ്ങനെ ബുദ്ധിപരമായിട്ട് അതിനെ നേരിടണം എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് അവിടെ അഡാപ്റ്റബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഹനുമാൻ ആ സാഹചര്യത്തെ ആ സാഹചര്യത്തെ മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യം അനുസരിച്ച് പെരുമാറും. അടുത്തത് മൈനാകപർവ്വതം വരലാണ്. ഹനുമാന്റെ മാർഗത്തിൽ മൈനാകപർവ്വതം വന്ന് നിന്നിട്ട് രാമകാര്യത്തിന് വേണ്ടി പോവുകയല്ലേ, അല്പനേരം വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പൊക്കോളൂ എന്ന് പറയും. ഹനുമാൻ അത് നിരസിച്ചിട്ട് പോവാണ്. നിരസിക്കാൻ കാരണം ലക്ഷ്യത്തിലെത്താതെ ശ്രീരാമകാര്യത്തിന് വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് ആ കാര്യം സാധിക്കാണ്ട് വിശ്രമമില്ല എന്നാണ് പറയുന്നത്. അതായത് കംഫർട്ട് സോണിൽ കുടുങ്ങി പോണില്ല. നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ ആ ലക്ഷ്യം നിറവേറ്റുക ആദ്യം, അതാണ് പ്രധാന കാര്യം. ഇനി പോകുമ്പോ പിന്നെ അടുത്തത് ഛായാഗ്രഹിണി, നിഴല് പിടിച്ചു നിർത്തുന്ന രാക്ഷസിയാണ്. നിഴല് പിടിച്ചുകൊണ്ട് നിർത്തുന്ന രാക്ഷസി ഹനുമാന്റെ നിഴല് പിടിക്കുകയാണ്. നിഴല് പിടിച്ച് ഹനുമാൻ മുമ്പോട്ട് പോകാൻ പറ്റണില്ല. അപ്പൊ ഹനുമാൻ എന്താ നോക്കുമ്പോൾ താഴെ നിഴല് പിടിച്ചിരിക്കുകയാണ് രാക്ഷസി. ഹനുമാൻ താഴെ വന്ന് രാക്ഷസിയെ കൊന്നിട്ട് പോവുകയാണ്. അപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ടത് നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, പുറകോട്ട് വലിക്കുന്ന നെഗറ്റീവ് എനർജികളെ നമ്മൾ തരണം ചെയ്ത് മുമ്പോട്ട് പോകണം. നെഗറ്റീവ് എനർജികളിൽ നമ്മൾ തളർന്നു പോകരുത്. പിന്നെ നമ്മൾ സുന്ദരകാന്ഡത്തിൽ കാണുന്നത് ഒരു ആശയവിനിമയ രീതിയാണ്. ഹനുമാന്റെ ആശയവിനിമയ രീതിയാണ്. സീതയുടെ അടുത്ത് നിന്നിട്ട് ഉള്ള സംഭാഷണം, തിരിച്ച് രാവണന്റെ അടുത്ത് വന്നിട്ടുള്ള സംഭാഷണം, തിരിച്ചിട്ട് രാവണന്റെ അടുത്തുള്ള സംഭാഷണങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ശ്രീരാമന്റെ അടുത്ത് വന്നിട്ടുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്. അതായത് കണ്ടു ഞാൻ വൈദേഹിയെ എന്ന് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. ആദ്യം തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടല്ല പറയുന്നത്. ആദ്യം തന്നെ ഒരു കോർപ്പറേറ്റത്തിൽ നമ്മൾ ഒരു രീതി, ഒരു കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള രീതിയാണ് അതിൽ ദർശിക്കുന്നത്. ആദ്യം കണ്ടു ഞാൻ വൈദേഹിയെ, പ്രധാന പോയിന്റ് ഊന്നിയാണ് സംസാരിക്കുന്നത്. പിന്നെ അടുത്തതുള്ളത് ഒരു പ്രതീക്ഷ നശിച്ചിരിക്കുന്ന സീതയ്ക്ക് ഒരു പ്രത്യാശ നൽകി, ആത്മവിശ്വാസം നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഹനുമാൻ അവിടെ ചെയ്തത്. അപ്പൊ നമുക്കങ്ങനെ ഒരു ആൾക്ക് ഒരു ആത്മവിശ്വാസം നൽകാൻ, ഒരു പ്രതീക്ഷ നൽകാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിലെ ഒരു ഇതുള്ളത്. പിന്നെ വേറൊന്ന്, ഇതില് രാവണനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി, രാവണൻ ഈ സുന്ദരകാന്ഡത്തിൽ പറയുന്ന രാവണൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരനായിട്ടല്ല. ഹനുമാൻ ലങ്ക മുഴുവൻ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട്, ബാലിമലത്തെ തീ വെച്ച് ലങ്ക മുഴുവൻ ദഹിപ്പിച്ച് കഴിഞ്ഞിട്ട് ഹനുമാൻ തിരിച്ചിവിടെ പറഞ്ഞതിന് മുമ്പ് തന്നെ ലങ്ക ഇവിടെ പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ലങ്ക പഴയ രീതിയിലാക്കി എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയിൽ പറഞ്ഞതാണ്. എങ്കിൽ പോലും
നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് രാവണൻ അത്ര നിസ്സാരക്കാരനല്ല എന്നുള്ളതാണ്. രാവണന്റെ കഴിവുകളും നിസ്സാരമല്ല. പക്ഷെ രാവണന്റെ പ്രവൃത്തിയിലുള്ള ദോഷം കൊണ്ടാണ് രാവണൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കഴിവിന്റെ കുഴവമുണ്ടല്ല. അപ്പൊ കഴിവുണ്ടായിട്ട് കാര്യമില്ല, നമ്മുടെ പ്രവൃത്തിയും കൂടി നന്നാവണം, എന്നാലേ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സൂചനയും കൂടി അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സുന്ദരകാന്ഡത്തിലെ സമകാലിക പ്രസക്തിയായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ എന്നോട് തന്നെ പറഞ്ഞതായിട്ട് ഞാൻ കണക്കാക്കിയാൽ മതി. അത് ഉപദേശമൊന്നുമായിട്ട് കണക്കാക്കണ്ട. എനിക്കിങ്ങനെ കേട്ടപ്പോൾ ഇത് ഇങ്ങനെ വായിച്ചത് ഇതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയപ്പോൾ നല്ല രസം തോന്നി. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി ചെയ്തു എന്ന് മാത്രം. പരമശിവനിധി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥായരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തിപരവശയായി വണങ്ങിയിടിനാൾ. കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ.